തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമായിരുന്നെങ്കിൽ 100 വോട്ടും അപ്പുവിന് കിട്ടിയേനെ. അത്ര ജനപ്രിയനാണ് അപ്പു. തില്ലങ്കേരി കാഞ്ഞിരാട് ഗ്രാമത്തിന്റെ വളർത്തുപുത്രനും കാവലാളും ജനസേവകനുമാണ് അപ്പുവെന്ന് നാട്ടുകാർ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഈ നായ. തെരുവുനായെന്ന് വിളിച്ച് നാം അപ്പുവിനെ അപമാനിക്കേണ്ട. ഇവൻ ഓൾ മെൻസ് ഡോഗായ നോ മെൻസ് ഡോഗാണ്. കാഞ്ഞിരാട് സ്വദേശികൾ ആര് വിളിച്ചാലും അപ്പു അവർക്കൊപ്പം പോകും. വന്യമൃഗങ്ങളെ ഓടിക്കാൻ, രാത്രി വീടിനു കാവൽ കിടക്കാൻ, അതൊന്നുമല്ലെങ്കിൽ ഒരു ഈവനിംഗ് വാക്കിനോ മോർണിംഗ് വാക്കിനോ അപ്പുവിനെ വിളിക്കാം. നിങ്ങൾ ബൈക്ക് യാത്രക്കാരനാണെന്നിരിക്കട്ടെ, ഒരു കൂട്ടിന് അപ്പുവിനെ വിളിച്ചോളൂ. പിൻസീറ്റിൽ ചാടിക്കയറിയിരുന്ന് നിങ്ങൾക്കൊപ്പം ഒരു ഗൺമാനായി എത്ര ദൂരം സവാരി ചെയ്യാനും അപ്പു ഉണ്ട്. വാഹനം ഓട്ടോറിക്ഷയോ ജീപ്പോ ബസ്സോ ആയിക്കോട്ടെ, നിങ്ങൾക്കൊപ്പം ഒരു ട്രിപ്പ് അടിക്കാൻ അപ്പു റെഡി. ചെറിയ കുട്ടികളെ അപ്പുവിന് ഏറെ ഇഷ്ടമാണ്, കുട്ടികൾക്ക് അപ്പുവിനെയും. രാവിലെ അവർക്കൊപ്പം സ്കൂൾ പഠിക്കൽ വരെ കൂട്ടുപോകാനും അപ്പു ഉണ്ടാകും. നാട്ടുകാരുടെ പൊതുസ്വത്താണ് അപ്പുവെങ്കിലും അശോകൻ, ജൂബി, രാജേഷ്, ശ്രീജിത്ത്, ഷിംജിത്ത് എന്നിവരുടെ വീടുകളിൽ നിന്ന് മാത്രമേ ഭക്ഷണം കഴിക്കൂ. അന്തിയുറക്കവും ഇവരിൽ ഏതെങ്കിലും ഒരാളുടെ വീട്ടിൽ. നല്ലൊരു നായാട്ടുകാരൻ കൂടിയായ അപ്പു വല്ല മൃഗത്തെയും വേട്ടയാടിയാൽ മൃഗത്തെ കൊന്നിട്ട ശേഷം ഗ്രാമത്തിലെ തന്റെ ഏതെങ്കിലും ഒരു യജമാനനെ കൂട്ടിക്കൊണ്ടുവന്ന് കാണിക്കും. ഇറച്ചിയൊന്നും അപ്പുവിന് വേണമെന്നില്ല. കറി വെച്ച് 2 കഷ്ണം കിട്ടിയാൽ വേണ്ടെന്ന് പറയുകയുമില്ല. വെറുതെ ഇരുന്ന് മടുക്കുമ്പോൾ അപ്പു ഓർക്കും, ഒരു ബൈക്കുമായി ആരെങ്കിലും വന്നാൽ ഒരു പിൻസീറ്റ് ഡ്രൈവിംഗ് ആകാമായിരുന്നു. അടുത്ത ഒരു റിപ്പോർട്ടിൽ അപ്പു ഒരു മുൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിയെന്ന് കണ്ടാലും ആരും അത്ഭുതപ്പെടരുത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.